നാട് വേണ്ട, നാട് വേണ്ട, കേരളം വേണ്ട, ഇന്ത്യയും വേണ്ട. ഇന്ത്യ വേണ്ട. ശരിക്കും അതൊരു സർക്കാരിന്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഞാൻ 60 ലക്ഷം രൂപയ്ക്ക് ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിൽ ഒരു 30-40% സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുള്ള പക്ഷേ നമുക്ക് സർവീസിംഗ് കൊണ്ട് കിട്ടുന്നില്ല. ഇപ്പോൾ KCBക്ക് ആണെങ്കിൽ നമ്മൾ 20,000 രൂപ കറണ്ട് ബിൽ അടിച്ചു, 50,000 രൂപ കറണ്ട് ബിൽ അടിക്കുന്നു. പക്ഷേ ഒരു ചെറിയൊരു മഴ വന്നാൽ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കൊക്കെ കറണ്ട് കെട്ടാം. ഇവിടെ അടുത്തുള്ള വെങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് 100-ലധികം ആക്സിഡന്റ് ആണ് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം റോഡിനധികം പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും പൈസ ടാക്സും മേടിച്ച് അത്രയും ചെയ്തിട്ട് പോലും നമുക്ക് അതിനുള്ള സർവീസ് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ അതേ മറിച്ച് ഗൾഫ് രാജ്യങ്ങളിലോ ചൈന അത്രയും അവർക്ക് ടാക്സ് പോലും കൊടുക്കേണ്ട അത്രയും നല്ലൊരു സർവീസും ഓപ്പർച്യൂണിറ്റീസാണ് സർക്കാർ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് കിട്ടുന്നില്ല. ഇവിടെ നിന്നിട്ട് ഒരു സാധ്യതയില്ല എന്നുള്ളൊരു, ഇപ്പം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് പുറത്ത് ക്വാളിറ്റി ഇവിടെ കിട്ടില്ല എന്നൊരു ഫീലുണ്ട്. അല്ലെങ്കിൽ സാലറി, ഇപ്പോൾ ജോലിക്ക് കയറിയ സാലറീൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെ പുറത്ത് പോയാൽ നമ്മുടെ ജീവിതം ഒന്ന് പച്ച പിടിക്കണമെങ്കിൽ പുറത്ത് പോകണം എന്നൊരു മൈൻഡ് സെറ്റ് എന്നെ പോലെ എൻ്റെ ഫ്രണ്ട്സിന് അല്ലെ എല്ലാവർക്കും തന്നെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. ഇല്ലായ്മക്കാരന്റെ കണ്ണുനീരൊപ്പുന്നതാവണം സർ വികസനത്തിന്റെ ആധാരശില.